Hi friends, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് egg fried rice ആണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുക്കുക. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, സവോള, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 ക്യാരറ്റാണ്, 10 ബീൻസ്, 1 സവോള, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടാണ്. ഇതൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വേവണ്ട. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. തുറന്ന് നോക്കാം. വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. തുറന്ന് നോക്കാം. ചൂടൊക്കെ കയറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം.
ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.